ഇനി നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, ഗുഡ് മോർണിംഗ്. ഈ കാലാവസ്ഥയെ സംബന്ധിച്ചാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ്, ഈ താപനില മുന്നറിയിപ്പ് തുടരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ വടക്കൻ കേരളത്തിലെ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. മധ്യ തെക്കൻ ജില്ലകളിലാണെങ്കിൽ മഴയ്ക്കും സാധ്യതയുണ്ട്. അതിൽ ഈ ചൊവ്വാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ടല്ലോ അല്ലേ? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. എന്താണ് കാലാവസ്ഥയുടെ അവസ്ഥ? മഴ, ചൂട്, ഇതെങ്ങനെ പോകുന്നു? ആകെ ഒരു പുഴുങ്ങിയ അവസ്ഥയാണ് എന്ന് പറയാം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുതന്നെയാണ് അറിയിക്കുന്നത്. സംസ്ഥാനത്ത് നല്ല ചൂടുണ്ട്, അതിനൊപ്പം ചിലയിടങ്ങളിൽ മഴയ്ക്കും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മധ്യ തെക്കൻ ജില്ലകളിൽ ഇനി മുതൽ മഴ ലഭിച്ചേക്കും വൈകുന്നേരങ്ങളിൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പൊതുവിൽ ചൂടുണ്ടാവും. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും വിലയിരുത്തുന്നത്. അതിനിടെ ചൊവ്വാഴ്ച 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ നല്ല മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഈ ചൂടും മഴയുമൊക്കെയായി രാത്രികാലങ്ങളിൽ ഈർപ്പത്തിൻ്റെ സാന്നിധ്യമൊക്കെയായി ആകെ ഒരു അസ്വസ്ഥമായ കാലാവസ്ഥയായിരിക്കും കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും ഇപ്പോഴും ഉള്ളത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. റോഷ്നി, മറ്റൊരു വാർത്തയിലേക്ക് വരാം. അതിൽ ആശാസമരം അതിപ്പോൾ 28ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന വനിതാ മഹാസംഗമത്തിന് വൻ ജനപങ്കാളിത്തം കിട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്തുണ അറിയിച്ച് കൂടുതൽ സംഘടനകൾ രംഗത്ത് വരുന്നുണ്ട് അല്ലേ? ഉറപ്പായും അതുതന്നെയാണ്. ആശാസമരം വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെയും ഇതിന് പിന്തുണ അർപ്പിക്കുന്ന ആളുകളുടെയും ഒക്കെ വലിയ സാന്നിധ്യം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാമായിരുന്നു. എന്നാൽ സർക്കാർ അനുനയത്തിൻ്റെ മട്ടല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് ചെറിയ തുകയെങ്കിലും വർദ്ധിപ്പിച്ച് സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം CPM സംസ്ഥാന കമ്മിറ്റി സമ്മേളനത്തിലടക്കം ഉയർന്നിട്ടും അതിലൊരു അനുഭാവപൂർവമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം വേണമെങ്കിൽ തീർക്കാമായിരുന്നു, പക്ഷേ തീർക്കുന്നില്ല. സർക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്ന് മനസ്സിലാക്കാം. 28 ദിവസം കഴിഞ്ഞു, 1 മാസത്തോടടുക്കുകയാണ് സമരം. പക്ഷേ ഒരു എന്താ പറയുക, അവരോട് ചേർന്ന് നിൽക്കുന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത്. നമുക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. റോഷ്നി, മറ്റൊന്ന്, ഈ മകനെ കാരിയറാക്കി ലഹരി കച്ചവടം നടത്തിയ ആ ഒരു സംഭവം, അതിലിപ്പോൾ പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനമാണ്. കഴിഞ്ഞ ദിവസം പ്രതി റിമാൻഡ് ചെയ്തിരുന്നു. ഈ MDMA എത്തിച്ചത് കർണാടകയിൽ നിന്നാണെന്നാണ് പറയുന്നത് അല്ലേ? ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണമാണ് ശക്തമായി നടക്കുന്നത്, ഊർജിതമായി നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ കർണാടക അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ MDMA എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെയാണ് അതിൻ്റെ കേന്ദ്രം. ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. മകനെ കാരിയറാക്കി പിതാവ് ലഹരി കച്ചവടം നടത്തി, MDMA കച്ചവടം നടത്തി എന്ന് കേട്ടപ്പോൾ തന്നെ കേരള സമൂഹം ആകെ ഒന്ന് ഞെട്ടിയതാണ്. എന്തായാലും കർശനമായ നടപടികളിലേക്ക് പോലീസ് പോവുകയാണ്. കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകാൻ പോകുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഉറവിടം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളിലേക്കും ഊർജിതമായി കടക്കുകയാണ് പോലീസ്. റോഷ്നി, ശരി. ആദിൽ സാധാരണ വരുമ്പോൾ പിന്നിലൊരു ചായക്കടയോ കുറച്ച് പലഹാരങ്ങളോ ഒക്കെ കാണും. ഇന്നിപ്പോൾ ഇത് ഏതാണ് ഈ റോഡ്? ഇത് തിരുവനന്തപുരം, ഇപ്പോൾ പണി നടക്കുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള ദേശീയപാതയാണ്. കാസർഗോഡേക്കുള്ള നാഷണൽ ഹൈവേ 66 നമ്മൾ കൊല്ലം ജില്ലാ CPMൻ്റെ സമ്മേളനം നടക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായി അങ്ങോട്ടുള്ള യാത്രയിലാണ്. അവിടെയാണ് നമ്മൾ ഈ ദൃശ്യം കാണുന്നത്. പലയിടത്തും പണി പുരോഗമിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കഴക്കൂട്ടം കഴിഞ്ഞിങ്ങനെ പോവുകയാണ്. ഈ 4 വരി പാത ഈ വരുന്നതോടുകൂടി നമ്മുടെ യാത്രാ പ്രശ്നങ്ങളൊക്കെ മാറും എന്നാണ് നമ്മൾ ആകെ കരുതുന്നത്. ഏതായാലും ആ ഒരു ഹൈവേയുടെ സമീപത്താണ് ഞാൻ ഉള്ളത്. റോഷൻ, ഓക്കെ ആദിൽ, എന്തായാലും വരും മണിക്കൂറുകളിൽ കാണാം. ആദിൽ ഇപ്പോൾ കൊല്ലത്തേക്ക് പോവുകയാണ്. അപ്പോൾ കൊല്ലത്ത് കാണാം നമുക്ക്. ശരി.